ഗുഡ് ഈവനിങ് ഗൈസ്, എല്ലാവർക്കും ഡെയിലി അലയൻസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ നമുക്ക് നിഫ്റ്റി ചാർട്ട് നോക്കാം. ആ, നമ്മൾ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞത് മാർക്കറ്റിന് ഒരു ട്രിഗർ വേണം. രണ്ട് ട്രിഗറാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. ഒന്ന്, ബഡ്ജറ്റിൽ എന്തെങ്കിലും ടാക്സ് റിഡക്ഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യം. ബട്ട് അത് നെഗറ്റീവായിട്ടാണ് വന്നത്. STT ഒരു നെഗറ്റീവ് ന്യൂസ് ആയിരുന്നു. ബട്ട് സെക്കൻഡ് കാര്യം, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യ US ട്രേഡ് ഡീലായിരുന്നു. ഇന്നലെ മിഡ് നൈറ്റോടുകൂടി ഇന്ത്യ US ട്രേഡ് ഡീൽ ഡിക്ലെയർ ചെയ്തായിരുന്നു. സോ ഓൾമോസ്റ്റ് അതൊരു നല്ലൊരു ബൂസ്റ്റാണ്. ഞാൻ ആദ്യമേ നമ്മൾ സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അത് അത്ര പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്തില്ലായിരുന്നു. സോ മേജർ ട്രിഗർ വരാൻ ചാൻസ് ഉള്ളത് ഇന്ത്യ US ട്രേഡ് ഡീൽ തന്നെയായിരുന്നു. അത് നമ്മൾ ഒത്തിരി നാളായി ഡിസ്കസ് ചെയ്തു. ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചിൽ ഫൈനലൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന്. ഓൾമോസ്റ്റ് നമ്മൾ ഇപ്പം അങ്ങനെ എല്ലായിടത്തും ന്യൂസ് ഒന്നല്ല, ഇപ്പോൾ എനിക്ക് അങ്ങനെ അറിഞ്ഞുകൊണ്ടല്ല, ഞാൻ എല്ലാ ന്യൂസ് വായിച്ചപ്പോൾ ഈ ഒരു ഏരിയയിൽ ഈ ഒരു സമയത്ത് ഫൈനലൈസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു. സോ മോസ്റ്റ്ലി അവർ പറഞ്ഞ പോലെ തന്നെ, ന്യൂസ് വന്ന പോലെ തന്നെ ഫെബ്രുവരി തന്നെ ഫൈനലൈസ് ആയി. അത് മാർക്കറ്റിന് നല്ലൊരു ട്രിഗറാണ്, വളരെ പോസിറ്റീവ് ട്രിഗറായിരുന്നു. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഓൾമോസ്റ്റ് 1000 പോയിന്റ്സ്, മോർ ദാൻ 1000 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിരുന്നു ഇന്നലെ. ഗിഫ്റ്റ് നിഫ്റ്റി തന്നെ 4.2% ഒരു ഗ്യാപ്പ് അപ്പ് കാണിക്കുന്നുണ്ടായിരുന്നു. ബട്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ട് ഒരു ഷാർപ്പ് വിത്തിൻ 5 മിനിറ്റിൽ തന്നെ നല്ലൊരു ഫോൾ ഉണ്ടായി. ഒരു ഓൾമോസ്റ്റ് 500 പോയിന്റ്സിന്റെ ഫോൾ ഉണ്ടായി. ഇറ്റ്സ് ഹാപ്പൻ ബിക്കോസ് പ്രോഫിറ്റ് ബുക്ക് ഇന്നലെ ഹോൾഡ് ചെയ്തവരെല്ലാം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. സോ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോൾ ഉണ്ടായി. സോ നോർമലി ഇങ്ങനൊരു ഫോൾ വരുമ്പോൾ ചില സമയം താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മാർക്കറ്റ് പോസിറ്റീവ് ന്യൂസ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ബൈയിങ് ട്രേഡ് തന്നെ എക്സിക്യൂട്ട് ചെയ്തു. പക്ഷെ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഓക്കെ, ഞാൻ ഇതിപ്പോൾ കൺസോൾട്ട് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തു. ബട്ട് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. സോ പൊസിഷൻസ് ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല. ബട്ട് ഇപ്പോൾ നമ്മൾ ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ഷാർപ്പ് സെല്ലിംഗ് ക്യാൻഡിൽ കാണുന്നുണ്ട്. ടോപ്പിൽ നിന്ന് ഷാർപ്പ് സെല്ലിംഗ് ക്യാൻഡിൽ അത്ര ഒരു നല്ലതല്ല. ബട്ട് എനിവേ, ബട്ട് ഇത്രയും ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയതുകൊണ്ട് അത് കുഴപ്പമില്ല. ഓക്കെ, സോ നാളെ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും നമ്മൾ മുന്നോട്ടുള്ളത്. ബട്ട് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു പോസിറ്റീവ് മൊമെൻ്റം ഉണ്ട്, ഷുവർലി ഒരു പോസിറ്റീവ് മൊമെൻ്റം ഉണ്ട്. വീക്ക്ലി ക്യാൻഡിൽ നോക്കിയാലും ഇതിൻ്റെ 2-2 ഡേ വീക്കിൻ്റെ ഹൈ എല്ലാം ക്രോസ് ചെയ്ത് ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ വരെ എത്തി. ഇവിടെ എല്ലാം സെല് ചെയ്തവർക്കെല്ലാം സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്തിട്ടുണ്ടാവും. സോ നാളെ പോസിറ്റീവ്, ഈ ഒരു വീക്കിൽ ഈ ഒരു ഏരിയയിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 26 എബോ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ദെൻ ഇറ്റ്സ് എ ഗുഡ് മൊമെൻ്റം. വളരെ പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഫർദർ സെല്ലിംഗ് ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പാടില്ല. ഫില്ല് ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ ഒരു മൊമെൻറ്റത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം ഇവിടെ തന്നെ തിരിച്ചു വരാൻ സെൽ ഓഫ് വരാണെങ്കിൽ പിന്നെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇതൊരു മേജർ സപ്പോർട്ടാണ്. ഈ ഒരു സപ്പോർട്ടിൽ നാളെ റിവേഴ്സൽ ഉണ്ടാവണം എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. റിവേഴ്സൽ ഉണ്ടായി മുകളിലോട്ട് തന്നെ പോകണം. മുകളിലോട്ട് ഇത് പോയിട്ട് 26,000 മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നല്ലൊരു പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും കാട്ടി കുറച്ചും കൂടെ പോസിറ്റീവ് ആയിരുന്നു. ഞാൻ ഇതേപോലത്തെ ഒരു ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും നമുക്ക് വേറൊരു ഇൻഡെക്സിലായിരിക്കും അതേപോലത്തെ ഒരു ട്രേഡ് കിട്ടുന്നത്. നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻഡെക്സിൽ ഞാൻ ഇതേപോലത്തെ ഒരു പാറ്റേൺ ആണ് എക്സ്പെക്ട് ചെയ്തത് നിഫ്റ്റിയിൽ. ബട്ട് ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ ഹോൾഡ് ചെയ്തു. നിഫ്റ്റി ആണെങ്കിൽ അത് ഹോൾഡ് ചെയ്തില്ല. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ എങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ക്യാൻഡിൽ നോക്കിയാലും ഒരു നെഗറ്റീവായിട്ട് ബാങ്ക് നിഫ്റ്റി ഈ ഒരു കൺസോൾട്ടേഷന് മുകളിൽ ക്ലോസ് ചെയ്തു, മനസ്സിലായില്ലേ? നിഫ്റ്റി ആണെങ്കിൽ താഴോട്ട് വന്നു. ബട്ട് ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഓൾ ടൈം ഹൈൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തില്ല. ബട്ട് ഈ ഒരു കൺസോൾട്ടേഷൻ്റെ ഏരിയയിൽ ഹയർ എൻഡിൽ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ പോസിറ്റീവാണ്, ഒത്തിരി മന്ത്സായിട്ട് പോസിറ്റീവാണ്. നമുക്ക് ബിറ്റ് കോയിൻ നോക്കാം. ബിറ്റ് കോയിന് ഒരു ഫോൾ ഉണ്ടായി, ഒരു റിവേഴ്സൽ ഉണ്ടായി. ഇവിടെ ബൈ ചെയ്യാൻ നിൽക്കല്, കാരണം ഇത് നമുക്ക് നോക്കാം ഇതിനെ ഡേ ക്രോസ് ചെയ്തതെന്ന്. ഇതിൻ്റെ ഓൾറെഡി 2 ടെയിൽ ഫോം ആയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു പിന്നെ ഇതിൻ്റെ ഹൈ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ബൈയിങ് പ്രതീക്ഷിക്കാം. 50 മിനിറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചൊരു നെഗറ്റീവ് ആണ് 50 മിനിറ്റ് ചാർട്ട്. ഡെയിലി ക്യാൻഡിൽ നെഗറ്റീവ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ഈ ഏരിയ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഇതുവരെ വരുന്നതാണ്. പക്ഷെ അതിന് താഴെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് റിവേഴ്സിൽ പോയി മുകളിലോട്ട് പോയി. സോ ഈ ഒരു ഏരിയ ഒരു സപ്പോർട്ടായിരിക്കും.
ഈ ഒരു ഏരിയ സപ്പോർട്ടായിരിക്കും. ഇവിടെ ഫോളോ ആവുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഏരിയ ഒരിക്കൽ റിവേഴ്സൽ എടുത്തതാണ്. ബട്ട് ഇവിടെ സെല്ല് ചെയ്യണവർക്ക് ഈ ഒരു ഏരിയയിൽ ഇവിടെ സെല്ല് ചെയ്യാം. ഓക്കെ, സെല്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ വയ്ക്കാം. ഓക്കെ ഓക്കെ നമുക്ക് സിൽവർ നോക്കാം. സിൽവർ ഹവർലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ, ഡെയിലി ക്യാൻഡിൽ ഫസ്റ്റ് നോക്കാം. ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇതും അതേപോലെ രണ്ട് ഫോളോ, ഷാർപ്പ് ഫോളോ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു ബൈയിങ് അല്ല, ഇവിടെ ബൈ ചെയ്യല്ല, ഇതൊരു ഫസ്റ്റ് ബൗൺസ് ബാക്ക് ആണ്. ചെറിയൊരു പുൾ ബാക്ക് എന്നിട്ട് തിരിച്ച് പോവുകയാണെങ്കിൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഇട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാം. ഓക്കെ, ഗോൾഡും സെയിം ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. ഗോൾഡ് കുറച്ചും കൂടെ ഒരു ബുള്ളിഷ് ആണ്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ബൈ ചെയ്യേണ്ട, നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാൻ നോക്കാം. കാരണം ഇതൊരു ഷാർപ്പ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി അല്ല. ഇത് ഷാർപ്പ് റിവേഴ്സൽ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇല്ലെന്നല്ല പറയുന്നത്, ബട്ട് വളരെ കുറവാണ്. ഓക്കെ, സിൽവറിൻ്റെ അവർലി ചാർട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഡബ്ല്യു പാറ്റേൺ ഫോം ആവുന്നുണ്ട്. ഇവിടെ ഇതുവരെ നമ്മൾ ഇന്നലെ സംസാരിച്ച ഇതായിരുന്നു. എന്നിട്ട് പിന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായി, അവിടെ നിന്ന് പോകുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് അത് ഫോം ആയിട്ടുള്ളത്. നമുക്ക് സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ, സ്മോൾ ക്യാപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡേ ലോ ക്രോസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഡേ ക്രോസ് ചെയ്യാത്തതുകൊണ്ട് ഒരു ടെമ്പററി ബോട്ടം പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ഓൾമോസ്റ്റ് 3% അടുപ്പിച്ചൊരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു സ്മോൾ ക്യാപ്പ് ഒരു പോസിറ്റീവായി തുടങ്ങി. ഇതിൻ്റെ മുകളിലോട്ട് വരും ദിവസങ്ങളിൽ പോവുകയാണെങ്കിൽ 60,200 മുകളിൽ പോവുകയാണെങ്കിൽ തന്നെ ഇതൊരു ടെമ്പററി ബോട്ടം പോലെ കണക്കാക്കാം. അനലിസ്റ്റ് ഒക്കെ പറയുന്നത് ഓൾമോസ്റ്റ് ബോട്ടം ഔട്ട് ആയി എന്ന രീതിയിലാണ് മിക്ക അനലിസ്റ്റും പറയുന്നത്. കാരണം ഓൾമോസ്റ്റ് 2 years ആയി ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ഇത് വെച്ച് ഒരു ബിയർ മാർക്കറ്റ് ഒരു 18 to 19 months ആണ് നോർമലി വരാറ്. ഓൾമോസ്റ്റ് ആ 18 months സെപ്റ്റംബർ 24 തൊട്ടുള്ള 18 months ആവാറായി. സോ ഇതൊരു ബിയർ മാർക്കറ്റിൻ്റെ എൻഡ് പോലെ അനലിസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് പ്രൈസ് പാറ്റേണും ഓൾമോസ്റ്റ് അത് കാണിക്കുന്നുണ്ട്. ബട്ട് ഇതിൻ്റെ ഹൈ ഒന്ന് ക്രോസ് ചെയ്യണം. ഹൈ ക്രോസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് ചെറിയൊരു ബോട്ടം പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. മിഡ് ക്യാപ്പും നല്ലൊരു പോസിറ്റീവ് ഏരിയയിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് 21,800. സോ ഓൾ ലുക്കിംഗ് ഗുഡ് ഇപ്പോൾ വരേക്കും. നമുക്ക് ഇൻഡെക്സ് മാപ്പ് നോക്കുകയാണെങ്കിൽ എല്ലാ ഇൻഡെക്സും പോസിറ്റീവ് ആയിരുന്നു. മോസ്റ്റ്ലി നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് 53% അപ്പായിരുന്നു. മിഡ് ക്യാപ്പ് സെലക്ട് 3% എല്ലാം അപ്പായിരുന്നു. നമുക്ക് സ്പെഷ്യൽ നിഫ്റ്റി 50 നോക്കുകയാണെങ്കിൽ അഡിയൻറ്റ് അദാനി 10% അപ്പായിരുന്നു. എല്ലാം അപ്പായിരുന്നു. SBI ലൈഫ്, നെസ്ലെ, BEL, ടെക്കം ഇതൊക്കെ ഡൗൺ ആയ സ്റ്റോക്സ് ആണ്. നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിൽ അദാനിയുടെ സ്റ്റോക്സ് എല്ലാം ഇന്ന് അപ്പായിരുന്നു. ഓൾമോസ്റ്റ് 10% അപ്പായിരുന്നു. അദാനി പവർ 7.36, മാസ്റ്റോക്കിൽ 1 അപ്പായിരുന്നു. ബ്രിട്ടാനിയ, ഗോദ്രേജ് കൺസ്യൂമർ, VBL, വരുൺ ബെവറേജസ് ഡൗൺ ആയിരുന്നു 2.96%. FMCG ഡൗൺ ആയിരുന്നു. FMCGക്ക് വലിയ ട്രിഗർ ഇല്ലായിരുന്നു ഇന്ന്. സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് 150 കൂടെ നോക്കാം. അപ്പർ ഇൻഡസ്ട്രീസ് 19 അപ്പർ സർക്യൂട്ട് ആയിരുന്നു തോന്നുന്നു 19%. KPR മിൽ 15%. വാരേജ് എനർജി 11%. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് 11.22%. അബൌട്ട് ഇന്ത്യ 1.45. മേദാന്ത 2.34. പോളിസി ബസാർ 6.80 ഡൗൺ ആയിരുന്നു. നമുക്ക് സ്മോൾ ക്യാപ്പ് 250 നോക്കാം. വെൽസ്പൺ 20% അപ്പായിരുന്നു. ആർതി ഇൻഡസ്ട്രീസ് 14% അപ്പായിരുന്നു. LTF ഫുഡ്സ് 14%. എല്ലാം മെയിൻലി അപ്പായ സ്റ്റോക്സ് ആണ്. ഓല ഇലക്ട്രിക് 2.64. റെയിൻബോ, AGS OPAC 4.19 ഡൗൺ ആയിരുന്നു. സോ ഇതെല്ലാമാണ് മെയിൻലി ഇന്നത്തെ ഹീറ്റ് മാപ്പ്. ന്യൂസ് ഓൾറെഡി പറഞ്ഞതാണ്. ഇന്ത്യ US ട്രേഡ് ഡീലിനാണ് മേജർ ന്യൂസ് ഇൻ ദ മാർക്കറ്റ്. സോ ബട്ട് ന്യൂസ് നാളെ അത് എത്രത്തോളം കണ്ടിന്യൂഷൻ ഉണ്ടാവുമെന്ന് നമുക്ക് നാളത്തെ ചാർട്ട് നോക്കി അറിയാൻ പറ്റും. നാളത്തെ പ്രൈസ് മൊമെൻറ്റം നോക്കി അറിയാൻ പറ്റും. ഓക്കെ, so thank you guys, thanks for watching, bye.